ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സാമൂഹിക സംരംഭകത്വം യുവതലമുറകൾക്ക് അനിവാര്യമാണെന്ന് ഉത്തരമേഖല IG കെ സേതുരാമൻ IPS NGO കോൺഫെഡറേഷൻ സംഘടിപ്പിച്ച ലാപ്ടോപ്പ് വിതരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങളെ വിദ്യാഭ്യാസം, തൊഴിൽ മേഖലകളിൽ ആവശ്യമായ പരിശീലനങ്ങളും തൊഴിലും ലഭ്യമാകും വിധം പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടത് കാലഘട്ടത്തിന് അനിവാര്യമാണെന്നും സാമൂഹിക സംരംഭകത്വത്തിലൂടെ മാത്രമേ യുവതലമുറകൾക്ക് ഭാവിയിൽ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കുവാനും സാമ്പത്തിക പുരോഗതി നേടാനും കഴിയുള്ളൂവെന്ന് ഉത്തരമേഖല IG കെ സേതുരാമൻ പറഞ്ഞു. ഈ രംഗത്ത് നാഷണൽ NGO കോൺഫെഡറേഷൻ നടത്തിവരുന്ന സേവനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. സാമൂഹിക സംരംഭകത്വ പദ്ധതിയുടെ ഭാഗമായി നാഷണൽ NGO കോൺഫെഡറേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ലാപ്ടോപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതായത് നമ്മൾ ഒരാളെ സഹായിക്കണമെങ്കിൽ അയാൾക്ക് വെറുതെ ഇന്നലെ കൂടുതൽ കാര്യമുണ്ട്. അപ്പോൾ അത് പറയുന്നത്, നിങ്ങൾ ഒരാളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആഗ്രഹമുണ്ടെങ്കിൽ ഒരാൾക്ക് മീൻ ഒരു ദിവസം മീൻ കൊടുക്കുകയാണെങ്കിൽ ആ ദിവസം മാത്രമേ നിങ്ങൾ സഹായിക്കുന്നുള്ളൂ. പക്ഷെ എങ്ങനെ മീൻ പിടിക്കാമെന്ന് പരിശീലിച്ചു കഴിഞ്ഞാൽ ആയുസ് മുഴുവൻ അവരെ നിങ്ങൾ സഹായിക്കുന്നു. അതാണ് എൻ്റെ പ്രത്യേകത. ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളെ അറിവ് നേടാൻ കൂടുതൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് കൂടുതൽ കാര്യക്ഷമതയായി നിങ്ങൾ ജോലി ചെയ്യാം. ഒരു 2 ഷർട്ട് 3 ചുരിദാറൊക്കെ തച്ചുകൊണ്ട സ്ഥലത്ത് ഇപ്പം അതിനേക്കാളും 10 ഇരട്ടി കൂടുതലായിരിക്കും നിങ്ങൾ തയ്ക്കാൻ പോകുന്നത്. നിങ്ങളുടെ വരുമാനം ഇതിനെ 2-3 ഇരട്ടി കൂടുതൽ വരുമാനം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് ഇൻഫർമേഷൻ അറിയാതെ കുട്ടികൾ ഇപ്പോൾ ലാപ്ടോപ്പ് നോക്കിയതിൽ ഒരുപാട് വിഷയങ്ങൾ പഠിക്കാൻ സാധിക്കും, പുതിയ വിഷയങ്ങൾ പഠിക്കാൻ സാധിക്കും. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് മോഹനൻ കോട്ടൂർ അധ്യക്ഷത വഹിച്ചു. വനിതകൾക്കുള്ള തയ്യൽ മെഷീൻ വിതരണം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പ്രിൻസിപ്പൽ A സുമിത ഉദ്ഘാടനം ചെയ്തു. നദിയാത്ര സ്വാഗത സംഘം നാഷണൽ കൗൺസിൽ മെമ്പർ ബേബി കിഴക്കേഭാഗം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ബിജു ജോൺ വെള്ളക്കട മുഖ്യപ്രഭാഷണം നടത്തി. കോർപ്പറേഷൻ കൗൺസിലർ ഡോക്ടർ അൽഫോൻസ മാത്യു, P സുരേഷ് ബാബു, അഡ്വക്കേറ്റ് P ജാനകി, ഫാദർ ജോസ് പ്രകാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിലെ തീവണ്ടി യാത്രാ ദുരിതവുമായി ബന്ധപ്പെട്ട് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസ്